നമ്മ ഇവിടെ നിക്കണത് സെക്യൂറ ബീച്ച്. ഗോവയിൽ തന്നെ സെക്യൂറ ബീച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീച്ചിന്റെ ഒരു നടുക്ക് ഭാഗമായിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ട്. ആ റൗണ്ടിൽ ഇങ്ങനെ മേളിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം. മേലെ എല്ലാവരും ഫോട്ടോ നിൽക്കാണ്ട് ഫോട്ടോ എടുക്കുന്നത്. ഇപ്പൊ നമ്മളെ കൂട്ടുകാരൻ മാറ്റ് ഗോസ്റ്റാക്കിലുണ്ട്, സൂര്യ ഉണ്ട്. പിന്നെ കണ്ട മേലെ ഇവിടെ നോക്കി കടലാണ്, ബാക്കിൽ കടൽ. പിന്നെ സെക്യൂറ ബീച്ചിന്റെ റൗണ്ട് ഉണ്ട്, ഈ സർക്കിള്. പിന്നെ ബാക്കിൽ കടല്, ഇങ്ങനെ ആൾക്കാരെ കാണാം, കുറെ പേര് ഇരിക്കണം. പിന്നെ ഞാൻ കുറച്ച് വീഡിയോ അപ്പൊ അതാണ് ഈ സംഭവം. ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോണേ. അത് കഴിഞ്ഞിട്ട് ബീച്ചിന്റെ പുറത്തുനിന്ന് സെക്യൂറ ബീച്ചിന്റെ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മ താഴത്തേക്ക് ഇറങ്ങില്ല, ഫുഡ് കഴിക്കാനുള്ള ടൈമായോണ്ട് പോണേ. ഹലോ, നമ്മ ബാഗ ബീച്ച് ആവുന്നതാണ്. ഇപ്പൊ ബാഗ ബീച്ച് നല്ല കിഡിലൻ ആംബിയൻസ്, കലക്കൻ വൈബ്, നല്ല കിണ്ണൻ അറ്റ്മോസ്ഫിയർ, ഒന്നും പറയാല്ല. വെറുതെ കിഡിലൻ വ്യൂ, ഒരു രക്ഷയില്ല. വെറുതെ എന്റെ പൊന്നുമോനെ കലക്കൻ വൈബ്. വെറുതെ ഹലോ മച്ചാമാരെ, നമ്മുടെ കമ്പനിക്കാരൻ അഖിലിന്റെ മാറ്റ് ഗോസ്റ്റ്. അപ്പൊ അഖിലിന്റെ ബർത്ത്ഡേ നമ്മ കേക്ക് മുറിക്കാൻ വേണ്ടി പോണേ. അപ്പൊ Happy birthday to you. Happy birthday to you, Agil. Happy birthday to you. God bless you. Okay, കേക്ക് കൊടുക്കണേ മച്ചാ. വളരെ കേക്ക് വളരെ അച്ഛാമാരെ, നമ്മളപ്പോ ബാഗ ബീച്ചിൽ വന്നേക്കാണ്. ബാഗ ബീച്ചാണ് ഈ കാണുന്നത്, ബാക്കിൽ ബീച്ച്. ഇവിടെ ഗസ്റ്റ് ഒക്കെ കൊറേ ടീമൊക്കെ വന്നിട്ട് പോയി. നമ്മളവിടെ അടിച്ചിട്ടിരിപ്പുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് അവരും പോയി. കണ്ടാ കുറെ ആൾക്കാരിങ്ങനെ ഒന്നും പറയാണ്ടോ, രക്ഷയില്ല. കിടിലം വൈബാണ്, നല്ല ഡിപ്പൻ ആംബിയൻസ്, കലക്കം മൂഡ്, നല്ല കിണ്ണം വൈബ്. ഒരു രക്ഷയില്ല. ഇത് ഇവിടെ ഞാൻ കാണിച്ചു തരാം ഞങ്ങക്ക്. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ അവിടെയൊക്കെ ബീച്ച് എന്ന് വെച്ചാൽ ബീച്ചിന്റെ സൈഡിൽ ഇങ്ങനെ കടല് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇത് ഈ ഒരു അറ്റത്തുനിന്ന് ആ അറ്റം വരെ, ഇവിടെ നിന്ന് അന്റാർട്ടിക്ക വരെ കടലാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ടോ, ഈ ഒരു സൈഡിൽ നിന്ന് അറ്റം വരെ ഈ ലൈറ്റാണ്. ഒന്നും പറയാനല്ലോ, രക്ഷയില്ല, കിണ്ണം വൈബാണ്. ഇത് കണ്ട അങ്ങോട്ട് നോക്കുമ്പോ കാണാം ആ സൈഡിലെ ലൈറ്റ് കാണണ്ട, പോലീസാണ്. അപ്പൊ ബാഗ ബീച്ചിലാണ് ഇപ്പൊ നമ്മ നിക്കണത്. ബാഗ ബീച്ചിലൂടെ പിള്ളേര് ബിയറൊക്കെ അടിച്ചിട്ട് ഇപ്പുണ്ട്. ഇവിടെ ഓപ്പൺ ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് ഔട്ട് അടിക്കാം. എന്ത് വൈബ് വേണമെങ്കിൽ കാണിക്കാം, ഒരു കുഴപ്പമില്ല. വേറെ മൂടാണ്. പോലീസ് സാധനം പവറാണ് ഇവിടെ. ഇവിടെ തമിഴ് ഹിന്ദി കന്നഡയൊക്കെ പറയുന്നുണ്ട്. പല പല ഭാഷക്കാരാണ് ഇവിടെ വന്നെ. മലയാളികൾ മാത്രമല്ല, ഇഷ്ടംപോലെ ആൾക്കാർ വരാം. ലവ്വൊക്കെ ഇടുന്ന ലവ് ലാറസ് ബീച്ച് വേണേ. അപ്പൊ ഗോവ വന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയൊന്നും വേണ്ട. അപ്പൊ സ്വിമ്മിംഗ് പൂൾ ഇവിടെ കണ്ടായിരുന്നു. നിങ്ങൾ വൈകുന്നേരത്തൊക്കെ വന്നായിരുന്നു കുറെ ഹിന്ദിക്കാരന്മാര് തവളാടൊക്കെ പോലെ കിടക്കണായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോ മലയാളികൾ മാത്രമേ ഉള്ളൂ. മലയാളികൾ ഹിന്ദിക്കാരും വേർതിരിവായിട്ട് പറഞ്ഞാൽ ഇന്നലെ അവന്മാരെ നമുക്ക് ഇറങ്ങാൻ തോന്നിയില്ല. ഇന്നിപ്പോ കുറച്ച് അങ്കമാലിയുടെ പിള്ളേരുണ്ട്, അങ്കമാലിയുടെ പോലെ അങ്കമാലിന് 4 പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവന്മാർ ഇവിടെ വൈബ് എടുത്തിട്ടേക്കുന്നത് ഹിന്ദിക്കാണ്. മലമ്പൂട്ടേക്ക് പഠിച്ച സമയം പോലെ